ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്തെ രാഷ്ട്രീയത്തിലെ കള്ളപ്പണത്തിന്റെ മേധാവിത്വം അവസാനിപ്പിക്കാനായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. 303 എംപിമാരുള്ള ബിജെപിക്ക് ലഭിച്ചത് 6000 കോടിയാണെന്നും മറ്റു പാർട്ടികൾക്ക് ലഭിച്ചത് 14,000 കോടിയാണെന്നും ചൂണ്ടിക്കാട്ടി. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയെക്കുറിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ ഒരു മാസം കൊണ്ട് മാർട്ടിന്റെ കമ്പനി വാങ്ങിയത് 190 കോടി രൂപയുടെ ബോണ്ടെന്ന വിവരവും പുറത്തുവരുന്നു. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് കള്ളപ്പണം തടയാൻ വേണ്ടിയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ഉത്തരവിട്ടതിൽ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. കോടതി ഉത്തരവിനെ ബഹുമാനിക്കുന്നതായും അമിത്ഷാ വ്യക്തമാക്കി. ബ്ലാക്ക് മണി തിരിച്ചു വരുമോ എന്ന് ഭയപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കള്ളപ്പണത്തിന്റെ സ്വാധീനം ചെറുക്കാനുള്ള ഉദ്യമം എന്നാണ് ഇലക്ട്രൽ ബോണ്ടിനെ അമിത്ഷാ വിശേഷിപ്പിച്ചത്. അതേസമയം ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ദുരൂഹതയും വർദ്ധിക്കുന്നു. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2019 സെപ്റ്റംബർ 23 സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകി. മുന്നറിയിപ്പിന് പിന്നാലെ ഒരു മാസം കൊണ്ട് മാർട്ടിന്റെ കമ്പനി വാങ്ങിയത് 190 കോടി രൂപയുടെ ബോണ്ടാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2019-2024 കാലയളവിൽ 1300 കോടി രൂപയുടെ ബോണ്ടാണ് മാർട്ടിന്റെ കമ്പനി വാങ്ങിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.